ആ സീനൊക്കെ വരുമ്പോ ആ സീനില് എന്തെങ്കിലും ഒരു എഴുത്തുകാരന്റെ ഒരു സാധനം മനസ്സിലായി, ഒരു ഇൻപുട്ട് അറിയാതെ വരുന്നതാണ്. നമ്മൾ കോമഡിയാണ്, ഫണ്ണാണെങ്കിലും നമ്മുടെ എഴുത്തിൽ അത് അറിയാതെ വരുന്നതാണ്. അപ്പൊ ആ വചനം എഴുതിയപ്പോഴേക്കും അതിന് മറുപടി കൃത്യമായിട്ട് ഉള്ളത് മണിക്ക് പറയാൻ പറ്റി. ഈ ബിഗ് ബിക്ക് ഒപ്പോസിറ്റ് ആണ് ഈ പടം ഇറങ്ങുന്നതെന്നൊക്കെ അന്ന് ഏറെക്കുറെ അറിയുമായിരുന്നു. അന്ന് അങ്ങനെ ഓപ്പോസിഷൻ ഏത് വരുമെന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ലല്ലോ നമ്മള്. ഒരു സാന്ദർഭികമായിട്ട് വരണല്ല. മുക്കപ്പടം അന്ന് വന്നു, അത് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, അത് വേറെ പാറ്റേണിൽ കിടക്കുന്നു. ഇവര് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഇങ്ങനെ അൻവറും അമലും ഞങ്ങളും അതെ, ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആണ് എല്ലാവരും. അപ്പൊ അതൊന്നും സാഹചര്യങ്ങൾ വന്ന് പോകുന്നതാണ്. എന്തായാലും അന്നത്തെ കാലത്തൊക്കെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു മമ്മൂക്കപ്പടം ഒരു മോഹൻലാൽ പടം ഉണ്ടാവും. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇതിലിപ്പോ ഈ രാജൻ പി ദേവിന്റെ ക്യാരക്ടർ, അതിനുള്ള ഒരുപാട് പ്രത്യേകതകൾ, അല്ലെങ്കിൽ ആള് കൊണ്ടുവരുന്ന ചില ഫണ്ണുകള്, അത് അതുപോലത്തെ ഒരു ക്യാരക്ടർ പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ മദ്യത്തിന്റെ മണം ഏതാണെന്ന് അറിഞ്ഞ് കണ്ടുപിടിക്കുന്ന ആള്, നീ പേടിക്കേണ്ട ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് എന്റെ അച്ഛനെ വിളിച്ചാൽ എന്റെ പേരിലുണ്ട് കേസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അമ്മായപ്പൻ, അങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പെണ്ണുകാണലും ഉണ്ടായിട്ടില്ല. അതായത് മോളെ ചായ എടുക്കണ്ട, 2 ഗ്ലാസ് മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയുന്ന പോലത്തെ അമ്മായപ്പനെ അതിന് മുമ്പ് കണ്ടിട്ടില്ല. ഈ അദ്ദേഹത്തിന് ആ സമയത്ത് കാഴ്ചക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹത്തെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നത്? അത് രാജേട്ടൻ നമ്മുടെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ആദ്യ നാടകം രാജേട്ടൻ്റെ ട്രൂപ്പാണ് ജൂബിലി തിയേറ്റേഴ്സ് എടുക്കുന്നത്. അന്നോട്ടുള്ള ഒരു പരിചയമല്ല, നല്ല അടുത്ത ബന്ധം എന്ന് പറയാം. ഒരു ഗുരുസ്ഥാനത്തും ചേട്ടനായിട്ടും ഒക്കെ കാണുന്നതാണ്. അപ്പൊ അത്ര ആത്മബന്ധമുള്ള എൻ്റെ മിക്ക സിനിമയിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല, തെലുങ്കിലൊക്കെ പോകുന്നതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പങ്കെടുപ്പിക്കാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ചോട്ടാമ്മയുടെ സമയത്ത് തന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാനും അൻവറും കൂടി ചർച്ചയിൽ തന്നെ പാമ്പ് ചാക്കോ എന്ന് പറഞ്ഞപ്പോൾ രായം ചെയ്തെന്ന് കൺഫേം. കാരണം രായൻ ചേട്ടൻ്റെ പെർഫോമൻസിന്റെ ഏതളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഏതൊക്കെ ക്യാരക്ടർ, ഏത് ക്യാരക്ടറും ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് രാജൻ. കാരണം നാടകങ്ങളിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി നാടകങ്ങൾ ഞാൻ പുള്ളിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അല്ലാണ്ട് തന്നെ വളരെ സീരിയസ് ക്യാരക്ടറും പുള്ളിക്ക് ചെയ്യാൻ പറ്റും, ഹ്യൂമറസ്സായിട്ട് ചെയ്യാൻ പറ്റും, എന്തും പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഏത് പാത്രത്തിലേക്ക് ഒഴിച്ചാലും ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം പുള്ളി അതുകൊണ്ടാണ് തൊമ്മനം മക്കളിൽ തന്നെ ടൈറ്റിൽ റോളല്ലേ രാജൻ ചെയ്യണത്. അപ്പൊ ഇത് ഈ വെള്ളടി സാധനം പുള്ളി കലക്കൊന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അൻവറിനും അതെ. അപ്പൊ പാമ്പ് ചാക്കോ എന്ന് പറഞ്ഞാൽ ആ ഗെറ്റപ്പ് അൻവറിന്റെ ഐഡിയയാണ്. അൻവർ കണ്ണടിയും കൊന്തയും ഷട്ടേ വേണ്ടെന്ന് തീരുമാനിച്ചു. ഈ ക്യാരക്ടർ ഷട്ടേ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണാറുണ്ട്, ത്രൂ ഔട്ട് വെള്ളമായിട്ട് കിടക്കുന്ന ചിലവരെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ത്രൂ ഔട്ട് വെള്ളം അടിച്ചിരിക്കുന്ന ഒരാള് പാമ്പ് ചാക്കോന്ന് എന്തായാലും പാമ്പെന്ന് വിളിക്കുക അയാളെ, അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ മകളായിട്ടാണ് നായികയും അതുപോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻട്രൊഡക്ഷനും ഭാവനയുടെയൊക്കെ കൊടുക്കുന്നത്. അപ്പം കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മോഹൻലാലും എന്ന് പറഞ്ഞാല് താല്പര്യമില്ലാതെ കാണാൻ വരുന്നതാണ്. അപ്പൊ എന്തായാലും അയാൾ വെള്ളം അടിച്ചിട്ട് വരുന്നു, വേണമെങ്കിൽ ഒഴിഞ്ഞു പോട്ടേന്ന്. അപ്പൊ ഇവിടെ പെട്ടുപോണു, അതിനും കുടിയന്റെ അടുത്താണ് വന്നേക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ മാച്ചായി പോകുന്നതാണ്. അപ്പൊ പിന്നെ അവർക്ക് ഡിസ്കഷന് വേറെ മാർഗമൊന്നുമില്ല, കഴിച്ച സാധനത്തിന്റെ ഡിസ്കഷനാണ് ആദ്യം തന്നെ വന്നത്. അപ്പൊ ഈ ഞാൻ പറയുന്നത് പക്ഷെ തസ്കർ എങ്ങനെ കിട്ടിയത്, അത് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ സെൻസർ കട്ട് വരും. അതാണ് ഈ ആനമൈക്കി എന്നൊക്കെ പറഞ്ഞത്. നമ്മള് ഈ ബ്രാൻഡുകളുടെ പേര് പറയാൻ പാടില്ല. ബ്രാൻഡുകളുടെ പേര് ഇപ്പൊ നമ്മള് വിഷ്വല് പോലും ബ്രാൻഡുകളുടെ പേര് മാറ്റി സെൻസർ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാല് നിലവിലില്ലാത്ത ചില സാധനങ്ങൾ, അതാണ് മണവാട്ടി എന്ന് പറഞ്ഞത്, ആനമൈക്കി, ടസ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ അതൊക്കെ രാജേട്ടൻ തന്നെ അത് ഒരു കൊടിയന്റെ ഒരു മാനറിസം ആയിട്ട് പുള്ളി തന്നെ വിസിലടിക്കുന്നതും പുള്ളി ഒക്കെ ആ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ആദ്യം ഇട്ട് പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോളം പറഞ്ഞു. ഈ ആരും പേടിക്കേണ്ട പാമ്പ് എന്നുള്ളത് എന്റെ മറ്റേ ഓമന പേരാണെന്നുള്ളതൊക്കെ അതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ്. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആസിറ്റീസ് ഉള്ളതാണ്. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് ഈ കലാമണിയുടെ അമ്മനെയൊക്കെ ആദ്യം ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോൾ പുള്ളി അതൊരു കോമഡിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കഥാപാത്രം ഈ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇവരെ കൊണ്ടുവന്ന ക്ലൈമാക്സിലേക്ക് കണക്ട് ചെയ്ത് നല്ല ബ്രില്യൻസ് ആയിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചത് തമാശക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്യാരക്ടർ എന്നാണ് വിചാരിച്ചത് എന്ന് പറയും. പക്ഷേ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ എങ്ങനെ ആ ക്ലൈമാക്സ് ഉണ്ടാക്കും? ആ ഇത്രയും വലിയ സാന്റാക്ലോസിന്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നു,
നമ്മള് റിയലിസ്റ്റിക് ആകണ്ടേ. ഈ ലാലേട്ടൻ കത്തിക്കാൻ പോകുമ്പോൾ ചെന്ന് ഒളിഞ്ഞു നോക്കാൻ പറ്റില്ല, വായം കെട്ടിയൊക്കെയാണ്. ഇയാൾ അകത്തുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ ചിന്തയിൽ നിന്നാണ് ഇവരെ കാർണിവലിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പൊ ഇങ്ങനെ തല പോഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ല ക്ലൈമാക്സിൽ. ഇതിന്റെ അകത്ത് വെച്ച് കത്തിക്കുക, ലാലേട്ടൻ കത്തിക്കുന്നു, ആ ഒരു ഇമോഷൻ കിട്ടും. അപ്പനകത്തുണ്ടെന്ന് അറിയാതെ കത്തിക്കാന്നുള്ളൊരു തീരുമാനം എത്തി. പക്ഷെ അത് കത്തിക്കുന്നതിന് മുമ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് എങ്ങനെ ആലോചിച്ചിട്ടും ഇതിന്റെ ഉള്ളിൽ കെട്ടിവെച്ചേക്കുന്ന ആളെ നമ്മൾ ഫോഴ്സ്ഡ് ആകരുത് ഒരാൾ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങാടും ഇങ്ങോട്ടും ആൾക്കാർ ചിതറി ഓടുമ്പോൾ എന്നാലും ഒരു നോർമൽ മനുഷ്യൻ അതിൻ്റെ അകത്ത് കയറി ഇരിക്കില്ല. അപ്പോഴാണ് ഐഡിയ കിട്ടിയത്. നമ്മുടെ മറ്റേ വട്ട് പിടിച്ച അമ്മച്ചിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഇവർ കയറി എന്നാൽ അതിനൊരു റിയലിസം ഫീൽ ചെയ്യും. കാരണം അവർ മെന്റൽ പേഷ്യൻ്റാണ്, അവർക്ക് ഇതാണ്. അപ്പോൾ അവർ കയറാൻ എന്താ മാർഗം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് ഈ പാമ്പ് ചാക്കോ എന്ന് പേരിട്ടത് കൊണ്ട് ഈ പാമ്പ് എന്നുള്ളത് അത് പാമ്പ് പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ കേട്ട് ഇവർ പാമ്പ് എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി. ഇങ്ങനെ പറഞ്ഞ പാമ്പെന്ന് പറഞ്ഞ എൻ്റെ ഓമന പേരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഓടി അകത്ത് കയറാനായിട്ടൊരു സന്ദർഭം ഉണ്ടായി. അപ്പൊ അത് ഉപകാരപ്പെട്ടു ശരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ ക്ലൈമാക്സ്. അല്ലെങ്കിൽ ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ടു. ഈ ചോട്ടമുംബൈ കാരണം ഉണ്ടായ സിനിമയല്ലേ സത്യം പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ഗ്രേറ്റസ്റ്റ്? അതെ, അതിലത്തെ ഒരു ക്യാരക്ടർ അത് ആ ലൊക്കേഷനിൽ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൊക്കേഷൻ മാനേജറെ സഹായിക്കാനായിട്ടൊക്കെ വന്നിരുന്ന കൂട്ടത്തിൽ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു ചെറിയ ഗ്യാങ്ങിന്റെ കൂടെയൊക്കെ കയറിയൊക്കെ നിന്ന് അവിടെ ഇവിടെയൊക്കെ തല കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വർഷമായിട്ട് കഴിഞ്ഞ് ഞാൻ ലാൽമീഡിയയുടെ ഡബിങ്ങിന് വന്നപ്പോൾ ഇദ്ദേഹം ഡബ് ചെയ്തിട്ട് ഇറങ്ങി വന്നി. ചേച്ചി എന്താ ഇവിടെ ചേച്ചി? അപ്പൊ സാറേ ഞാനിവിടെ ഡബിങ്ങിന് വന്നാന്ന് പറയും. ഏത് പടം? അപ്പോൾ ഏതൊരു പടത്തിന്റെ പേര് പറയും. അതിൻ്റെ അകത്തൊരു സീൻ ഉണ്ടായിരുന്നു, 2 ഡയലോഗ് ഉണ്ടായിരുന്നു പറയും. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ അഭിനയമാണ്. ഇപ്പോൾ 1-2 പടത്തിലൊക്കെ ഇങ്ങനെ തല കാണിച്ച്. അപ്പോൾ ഞാൻ പറയും പഴയ ചുറ്റികളെയൊക്കെ നിർത്തിയാ നസി. കുടുംബമൊക്കെ ആയിട്ട് ഇപ്പം ആൾക്കാരൊക്കെ തിരിച്ചറിയുമല്ല, സിനിമ നടനായില്ലേ, കാരണം മര്യാദക്കടക്കിയെന്ന് പറയും. അപ്പോഴാണ് എനിക്ക് ശ്രദ്ധിക്കുക ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ്. ഒരു കല കൊണ്ട് അയാൾ പ്യൂരിഫൈഡ് ആകുന്നു എന്ന് പറയുന്നത് അത് നല്ലൊരു പ്ലോട്ടാണല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതാണ് പിന്നീട് ദൈവത്തിൻ്റെ ഗ്ലിച്ചസ് ആയി മാറിയത്. അങ്ങനെ ചില സാധനങ്ങളൊക്കെ വീണ് കിട്ടും. അപ്പം നമ്മളെവിടെയും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു തോട്ട് വരിക, അല്ലെങ്കിൽ ഒരു സന്ദർഭം, അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ അയാളുടെ ഒരു മാനേഴ്സും അയാളുടെ ഒരു രൂപവും അയാളുടെ സംസാരം കാണുമ്പോൾ അത് കൊള്ളാലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ അറിയാതെ ഫീൽ. ഇത് ഇപ്പം നമ്മൾ നാളെ അത് ചെയ്യണമെന്നും പറഞ്ഞ് ചിന്തിച്ചിട്ടല്ല, ഇത് നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ ഫീഡായിട്ട് കിടക്കും. നമ്മുടെ അനുഭവങ്ങൾ ഈ നാടകമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചിരുന്നല്ല 2 കൊല്ലം. അപ്പോൾ ഓരോ ലൊക്കേഷനിലും ഓരോ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ചെല്ലുമ്പോഴുള്ള തമാശകള് ചില സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും. അതൊക്കെ റോ മെറ്റീരിയലാണ് നമ്മുടെ. അത് എഴുതുമ്പോൾ എങ്ങനെയോ തെളിഞ്ഞു വരും. നമ്മൾ മറന്നു കിടന്ന ചില സംഭവങ്ങളൊക്കെ തെളിഞ്ഞു വരും. ആ വിധത്തിലുള്ള ആഘോഷമാവുന്ന സിനിമകൾ സംഭവിക്കണം. ചോട്ടമുംബൈ പോലത്തെ വൈബ് പടങ്ങൾ സംഭവിക്കണം. കടലിൻ്റെ ജീവിതം പറയുന്ന സാധുവായിട്ടുള്ള മനുഷ്യർ, അവരുടെ ജീവിതം അത് കേൾക്കണം. അപ്പം അങ്ങനത്തെ സിനിമകളോടിന് സംഭവിക്കട്ടെ. അന്നാബൻ്റെ സക്സസ്ഫുൾ ആയ അച്ഛനായിട്ട് ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. നേരത്തെ ഒരുപാട് സന്തോഷം.